നമ്മൾ മനുഷ്യരെ പോലെ തിമിംഗലങ്ങൾക്കും പ്രാദേശിക ഭാഷാഭേദങ്ങളോ മെഡിറ്ററേനിയൻ കടലിലെ സ്പെയിൻ തിമിംഗലങ്ങൾക്കിടയിൽ മനുഷ്യരുടേതിന് സമാനമായ ആശയവിനിമയ പരിണാമങ്ങൾ കണ്ടെത്തി ശാസ്ത്രലോകം. മനുഷ്യരുടേതിന് സമാനമായി മൃഗങ്ങൾക്കിടയിലും ആശയവിനിമയ രീതികൾ കാലാനുസൃതമായി പരിണമിക്കുന്നുവെന്നതിന് പുതിയ തെളിവുകൾ കണ്ടെത്തി. മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ വസിക്കുന്ന സ്പെയിൻ തിമിംഗലങ്ങൾ ആശയവിനിമയത്തിനായി തികച്ചും വ്യത്യസ്തമായ പ്രാദേശിക ശബ്ദശൈലികളാണ് ഉപയോഗിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. പ്രൊസീഡിംഗ്സ് ഓഫ് ദ റോയൽ സൊസൈറ്റി ബി എന്ന ശാസ്ത്ര ജേണലിലാണ് ഈ സുപ്രധാന പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ശേഖരിച്ച ശബ്ദരേഖകൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഗവേഷണം. സ്പെയിൻ തിമിംഗലങ്ങൾ സാമൂഹിക ആശയവിനിമയത്തിനായി പുറപ്പെടുവിക്കുന്ന കോഡാക്സ് എന്നറിയപ്പെടുന്ന 5291 ശബ്ദതരംഗങ്ങളാണ് ഗവേഷകർ പ്രധാനമായും വിശകലനം ചെയ്തത്. തുടർച്ചയായ 3 ശബ്ദങ്ങൾക്ക് ശേഷമുള്ള ഒരു ചെറിയ ഇടവേളയും തുടർന്ന് മറ്റൊരു ശബ്ദവും ഉൾപ്പെടുന്ന 3+1 കോഡ രീതിയാണ് മെഡിറ്ററേനിയൻ തിമിംഗലങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്നതെന്നായിരുന്നു മുൻകാലങ്ങളിലെ നിഗമനം. എന്നാൽ പുതിയ വിശകലനത്തിൽ കിഴക്കൻ മെഡിറ്ററേനിയയിലെ പ്രത്യേകിച്ച് ഗ്രീസിലെ കലനി ട്രെഞ്ച് മേഖലയിലുള്ള തിമിംഗലങ്ങൾ സ്പെയിനിലെ ബലറിക് ദ്വീപുകൾക്ക് സമീപമുള്ള പടിഞ്ഞാറ് തിമിംഗലങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലുള്ള ശബ്ദതരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നതെന്ന് കണ്ടെത്തി. അതേസമയം പടിഞ്ഞാറൻ മേഖലയിലെ തിമിംഗലങ്ങൾ പരമ്പരാഗത ശൈലി തന്നെ പിന്തുടരുമ്പോൾ കിഴക്കൻ മേഖലയിലെ തിമിംഗലങ്ങൾ ചില സമയങ്ങളിൽ തങ്ങളുടെ പഴയ പടിഞ്ഞാറൻ ശൈലിയിലേക്കും മാറാറുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഇതിലൂടെ തങ്ങളുടെ പഴയകാല ആശയവിനിമയ രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കാലാനുസൃതമായ പുതിയവ വികസിപ്പിച്ചെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുമ്പ് ജിബ്രാൾട്ടർ കടലിടുക്ക് വഴിയാണ് സ്പെയിൻ തിമിംഗലങ്ങൾ ആദ്യമായി മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിച്ചതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. ഒറ്റപ്പെട്ട ഒരു കൂട്ടമായതിനാൽ ഇവയുടെ ശബ്ദശൈലികൾ തലമുറകളിലൂടെ സ്വതന്ത്രമായി പരിണമിച്ചതാകാം. നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഈ മെഡിറ്ററേനിയൻ തിമിംഗലങ്ങളുടെ എണ്ണം ഏതാനും 100 മുതൽ കുറച്ച് ആയിരങ്ങൾ വരെ മാത്രമാണുള്ളത്. മൃഗങ്ങളുടെ ആശയവിനിമയ പരിണാമങ്ങളെയും സാമൂഹിക സ്വഭാവങ്ങളെയും കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ നൽകാൻ ഈ പുതിയ കണ്ടെത്തൽ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.